ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഏത് ബേബി ബോട്ടിലാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അപ്പം എനിക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് എന്നൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് ബേബി ബോട്ടിൽ അല്ലെങ്കിൽ ഏത് ഫീഡിങ് ബോട്ടിൽ യൂസ് ചെയ്യണം, എങ്ങനെ ഫീഡ് ചെയ്യണം, ഇതൊക്കെ ഓരോ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. അപ്പം നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, അതേപോലെ തന്നെ നമ്മുടെ ബേബിയുടെ ഫീഡിങ് പാറ്റേൺ, ബേബി എത്രത്തോളം ടോളറേറ്റ് ചെയ്യുന്നു, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫീഡിങ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം മിഡ് വൈഫ് നമ്മളെ കാണാൻ വരുമ്പോഴാണെങ്കിലും ഓൾമോസ്റ്റ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്, നിന്റെ ബേബിക്ക് നിനക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് നീ ചൂസ് ചെയ്യാം, ഇന്ന ഇന്ന ഓപ്ഷൻസ് ഒക്കെയാണ് നിനക്കുള്ളത്, ഇനി ഡിസിഷൻ നിൻ്റെ ആണ്. കാരണം നിൻ്റെ ബേബീനെ, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ട് എൻ്റെ ബേബീനെ ഏറ്റവും അറിയാവുന്നത് എനിക്കാണ്. അപ്പം എൻ്റെ ഡിസിഷനാണ് എൻ്റെ ബേബിക്ക് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏതാണ് നിങ്ങളുടെ ബേബിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് ബേബിക്ക് ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബോട്ടിൽസും ട്രൈ ചെയ്തു. കാരണം ബേബി പാൽ കുടിക്കാതെ ആകുമ്പോൾ അല്ലെങ്കിൽ പാൽ കുടി കുറയുമ്പോൾ ഞാൻ അതിൻ്റെ റീസൺസ് അനലൈസ് ചെയ്യാൻ പോവും. അപ്പോൾ ഒരു എന്താ പറയുക, ഫസ്റ്റ് ടൈം അമ്മയാവുന്ന എൻ്റെ ഒരു ആൻസൈറ്റി ഒക്കെ വെച്ചിട്ട് അപ്പം ഞാൻ വേറെ വേറെ ബോട്ടിൽസ് മാറ്റി മാറ്റി ട്രൈ ചെയ്യും. അങ്ങനെ ഫൈനലി ഞാൻ എത്തിച്ചേർന്ന ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആമസോണിലും അതേപോലെ തന്നെ ബൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആയിട്ടുള്ള മാം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബേബി ഫീഡിങ് ബോട്ടിലാണ്. അപ്പം ഞാനിത് കാണിക്കുന്നത് 320 ml ബോട്ടിലാണ്. അപ്പം എൻ്റെ ബേബി ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞു. അപ്പം അവൾക്ക് കൂടുതൽ എമൗണ്ട് ആവശ്യമായിട്ടുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് പല സൈസിലുള്ള ബോട്ടിൽസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ ഏജ് നമുക്ക് ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ടീത്സും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ബേബിയുടെ ഏജിനനുസരിച്ചിട്ടാണ് നമ്മൾ ടീത്ത് സൈസ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേബി എത്രത്തോളം ഫീഡ് ടോളറേറ്റ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തും കൂടിയാണ് നമ്മൾ ടീത്ത് സൈസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 0+ months തൊട്ടിട്ട് നമുക്ക് ടീത്ത് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിപ്പം 1 month ആകുമ്പോൾ അല്ലെങ്കിൽ 2+ months അപ്പോൾ കറക്റ്റ് 2+ months ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നില്ല. നമ്മുടെ ബേബി ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഡിസിഷൻ. അപ്പം ഈ മാം ബോട്ടിലിനെ സംബന്ധിച്ച് ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈസി ആയിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്സ് എല്ലാം ഇതേപോലെ സെപ്പറേറ്റ് ആക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അതാണ് ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ബേബീനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു ആസ് സൂൺ ആസ് ഡെലിവറി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയൊരു സൊല്യൂഷനാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ ടീത്ത് ആണെങ്കിലും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടീത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ് ആണ്, അതായത് 6 months+ സൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡ്രോപ്പ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ദ ഏജ് ആണ് നമ്മൾ ടീത്തിൻ്റെ സൈസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലേക്ക് ഒരു 30 ml വാട്ടർ എടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ടീത്ത് വെച്ച് കൊടുക്കും. എന്നിട്ട് ഇത് നമ്മൾ ലോക്ക് ചെയ്ത് ഇതേപോലെ നമ്മൾ കൊണ്ട് മൈക്രോവേവ് ഓവനിലോട്ട് വയ്ക്കും. അപ്പം സാധാരണ 1 ബോട്ടിലിന് അവർ പറഞ്ഞേക്കുന്നത് 3 minutes ആണ്. അപ്പോൾ ഈ 3 minutes ഈ ബോട്ടിൽ ഓട്ടോ സ്റ്റെറിലൈസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബോട്ടിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ബേബി ബോട്ടിൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബ്രഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് ടീത്തിൻ്റെ ലോങ് ലൈഫിന് നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിലാണെങ്കിൽ നമുക്ക്
ടീറ്റ് അതിൻ്റെ ഇൻസൈഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്മോൾ പോർഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. നിങ്ങളുടെ കണ്ടന്റ്, അതേപോലെ തന്നെ എൻ്റെ ഒരു കാഠിന്യം, നിങ്ങളുടെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആവശ്യകത, എത്രത്തോളം നിങ്ങളുടെ ബോട്ടിൽസ് ഡേർട്ടി ആവുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആകുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു.